കേരളം അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തുമെന്നാണ് സൂചന. ശരത് ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നുണ്ട്. ശരത്ത്, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് നമുക്കപ്പം ഈ മാസം തന്നെ ഒരു സെക്കൻഡ് വീക്ക്, തേർഡ് വീക്കോട് കൂടി വിജ്ഞാപനം പ്രതീക്ഷിക്കാമോ? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അതുതന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെയും അതേപോലെ തന്നെ ആസാമിലെയും അതേപോലെ തമിഴ്നാട്ടിലെയും എല്ലാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന നിരീക്ഷകരുടെ യോഗത്തിൽ വ്യക്തമത്. 414ഓളം നിരീക്ഷകർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരോടാണ് വ്യക്തമായി പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അതിനുവേണ്ട ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിരീക്ഷകർ വ്യക്തമാക്കിയത്. ഇതിൽ പോലീസ് നിരീക്ഷകരുണ്ട്, പൊതു നിരീക്ഷകരുണ്ട്, അതുപോലെ ധനകാര്യ നിരീക്ഷകരുണ്ട്, തെരഞ്ഞെടുപ്പിൽ പണം ചെലവഴിക്കുന്നത് നിരീക്ഷിക്കാനുള്ള നിരീക്ഷകർ, അതുപോലെ പോലീസിന്റെ നിരീക്ഷകർ തുടങ്ങിയ ഇവരുടെ യോഗമാണ് വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ ചില ഇനീഷ്യേറ്റീവിൽ പുതിയ ചില പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുമെന്നതാണ്. അത് സുഗമമായ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിന് നടത്താൻ വേണ്ട പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ്. ആ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് യോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചില്ല. എന്നാലും നിലവിലുള്ള തെരഞ്ഞെടുപ്പിന് ഉപരിയായിട്ട് നല്ല നടപടി ചട്ടങ്ങൾക്ക് ഉപരിയായി നിലവിലുള്ള തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. നിലവിലുള്ള തെരഞ്ഞെടുപ്പിന്റെ പുതിയ പരിഷ്കാരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. അത് എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. അത് ഏതായാലും അതൊരു വലിയൊരു മാറ്റമായിരിക്കും എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ പറയുന്നുണ്ട്. കേരളത്തിലും ആസാമിലും കേരളത്തിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും ഒറ്റഘട്ടമായി ഒരു ദിവസം തെരഞ്ഞെടുപ്പ് നടത്തും എന്നും അദ്ദേഹം യോഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഫെബ്രുവരി അവസാനമോ മാർച്ച് ആദ്യവാരമോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടും. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രക്രിയ പൂർത്തിയാക്കാനുണ്ട്. അത് 7 ദിവസത്തിനുള്ള പൂർത്തിയാക്കും. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് സേതുലക്ഷ്മി അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഈ ഇപ്പം ശരത്ത് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ ഫെബ്രുവരി ലാസ്റ്റ് വീക്കോ അതല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടി തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ നാടും നഗരവും ഒക്കെ. ഇനിയിപ്പം ഇലക്ഷൻ വിജ്ഞാപനം കൂടി വരുന്നതോടുകൂടി പൂർണ്ണാർത്ഥത്തിൽ പിന്നീട് ഒരു പ്രചരണ കാലമായി അല്ലേ?